ശാന്തി 16/8/25. പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, നിങ്ങളുടെ എയിം ഒബ്ജക്റ്റാണ് വണ്ടർഫുൾ ശിവൻ എന്താണ്, ഉണ്ടാക്കുന്ന വസ്തു എന്താണ്, അധികാരിയാവുക. അതിനാൽ സദാ ഈ കറുത്തതായി സന്തോഷത്തിൽ ഉണ്ടാക്കുന്നത് ഹർഷിതമായിരിക്കൂ. ഇല്ല. വാടിപ്പോയവരല്ല. പരിസ്ഥാനികൾ, ഭാഗ്യശാലികളായ കുട്ടികൾ പരിസ്ഥാനികൾ ഏതൊരു ആകുന്നു. ഉന്മേഷം സദാ നിലനിൽക്കും. വെക്കണം. ഉത്തരം: നമ്മെ പുറപ്പെടുവിക്കണം. പരിധിയില്ലാത്ത ബാബ പുതിയ ലോകത്തിന്റെ പ്രിൻസസ് ആക്കുന്നതിനായി പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ഈ ഉന്മേഷത്തോടെ എല്ലാവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഈ യുദ്ധത്തിൽ സ്വർഗം അടങ്ങിയിട്ടുണ്ട്. ഈ യുദ്ധത്തിനു ശേഷം സ്വർഗത്തിന്റെ കവാടം തുറക്കുന്നു. ഈ സന്തോഷത്തിൽ ഇരിക്കണം. സന്തോഷത്തോടെ മറ്റുള്ളവർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കണം. ഗീതം. ലോകം വർണ്ണപ്പകിട്ടാർന്നതാണ് ബാബ. ഓം ശാന്തി. ഇത് ആരാണ് ബാബയോട് ലോകം വർണ്ണപ്പകിട്ടാർന്നതാണ് എന്ന് പറഞ്ഞത്? ഇപ്പോൾ ഇതിൻ്റെ അർത്ഥം മറ്റാർക്കും മനസ്സിലാക്കുവാൻ സാധിക്കില്ല. ബാബ മനസ്സിലാക്കിച്ചു തന്നു, ഈ കളി വർണ്ണപ്പകിട്ടാർന്നതാണ്. ഏതെങ്കിലും സിനിമയിലോ മറ്റോ വളരെയധികം വർണ്ണപ്പകിട്ടാർന്ന സീനറികളും മറ്റും ഉണ്ടായിരിക്കുന്നുവല്ലോ. ഇപ്പോൾ ഈ പരിധിയില്ലാത്ത ലോകത്തെ ആരും അറിയുന്നില്ല. നിങ്ങളിലും നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ചാണ് മുഴുവൻ വിശ്വത്തിൻ്റെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനമുള്ളത്. നിങ്ങൾ മനസ്സിലാക്കുന്നു, സ്വർഗം എത്ര വർണ്ണപ്പകിട്ടാർന്നതാണ്, മനോഹരമാണ്. അതിനെ ആരും അറിയുന്നില്ല. അത് വണ്ടർഫുള്ളും വർണ്ണപ്പകിട്ടാർന്നതുമായ ലോകമാണ് എന്നത് ആരുടെയും ബുദ്ധിയിലില്ല. വണ്ടർ ഓഫ് ദ വേൾഡ് എന്ന് പാടപ്പെടുന്നു. ഇതിനെ നിങ്ങൾ മാത്രമാണ് അറിയുന്നത്. നിങ്ങൾ തന്നെയാണ് വണ്ടർ ഓഫ് ദ വേൾഡിനു വേണ്ടി അവരവരുടെ ഭാഗ്യമനുസരിച്ച് പുരുഷാർത്ഥം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എയിം ഒബ്ജക്റ്റ് ഉണ്ട്. അത് വണ്ടർ ഓഫ് ദ വേൾഡ് ആണ്. വളരെ വർണ്ണപ്പകിട്ടാർന്ന ലോകമാണ്. അവിടെ വജ്ര വൈഡൂര്യങ്ങളുടെ കൊട്ടാരമുണ്ടായിരിക്കും. നിങ്ങൾ ഒരു സെക്കൻഡിൽ വണ്ടർഫുൾ വൈകുണ്ഠത്തിലേക്ക് പോകുന്നു, കളിക്കുന്നു, നൃത്തമാടുകയും മറ്റും ചെയ്യുന്നു. തീർച്ചയായും വണ്ടർഫുൾ ലോകമാണല്ലോ. ഇവിടെയുള്ളത് മായയുടെ രാജ്യമാണ്. ഇതും എത്ര വണ്ടർഫുള്ളാണ്. മനുഷ്യർ എന്തെല്ലാമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ നാടകത്തിൽ കളിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് ലോകത്തിൽ ആരും തന്നെ മനസ്സിലാക്കുന്നില്ല. നാടകം എന്ന് മനസ്സിലാക്കിയിരുന്നു എങ്കിൽ നാടകത്തിൻ്റെ ആദി മധ്യ അന്ത്യത്തിൻ്റെ ജ്ഞാനം ഉണ്ടായിരുന്നേനെ. കുട്ടികളായ നിങ്ങൾ അറിയുന്നു, ബാബയും എത്ര സാധാരണമാണ്. മായ പൂർണ്ണമായും മറവി വരുത്തുന്നു. മൂക്കിൽ പിടിച്ചു, ഇത് മറപ്പിച്ചു. ഈ നിമിഷം ഓർമ്മയിലാണ്, വളരെയധികം ഹർഷിതമായിരിക്കുന്നു. ആഹാ, നമ്മൾ വണ്ടർ ഓഫ് ദ വേൾഡായ സ്വർഗത്തിൻ്റെ അധികാരി ആയിക്കൊണ്ടിരിക്കുന്നു. പിന്നെ മറന്നു പോകുന്നു. അപ്പോൾ വാടിപ്പോകുന്നു. കാട്ടുജാതിക്കാർ പോലും ഈ വിധം വാടിപ്പോകുന്നവരാകില്ല. ഇങ്ങനെ വാടിപ്പോകുന്നു. നമ്മൾ സ്വർഗത്തിലേക്ക് പോകുന്നവരാണ് എന്ന് അല്പം പോലും മനസ്സിലാക്കാത്തതുപോലെ നമ്മെ പരിധിയില്ലാത്ത ബാബയാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായും ജഡം പോലെ ആയിപ്പോകുന്നു. ആ സന്തോഷവും ലഹരിയും ഉണ്ടായിരിക്കുന്നില്ല. ഇപ്പോൾ വണ്ടർ ഓഫ് ദ വേൾഡിൻ്റെ സ്ഥാപന നടന്നുകൊണ്ടിരിക്കുന്നു. ശ്രീകൃഷ്ണനാണ് വണ്ടർ ഓഫ് ദ വേൾഡിൻ്റെ പ്രിൻസ്. ഇതും നിങ്ങൾ അറിയുന്നു. കൃഷ്ണ ജന്മാഷ്ടമിക്കും ആരാണോ ജ്ഞാനത്തിൽ സമർത്ഥരായവർ അവർ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നുണ്ടാകും. ശ്രീകൃഷ്ണൻ വണ്ടർ ഓഫ് വേൾഡിൻ്റെ പ്രിൻസ് ആയിരുന്നു. ആ സത്യയുഗം പിന്നെ എവിടെ പോയി? സത്യയുഗം മുതൽ പടികൾ എങ്ങനെ ഇറങ്ങി? സത്യയുഗത്തിൽ നിന്നും
കലിയുഗം എങ്ങനെയായി? ഇറങ്ങുന്ന കല എങ്ങനെ ഉണ്ടായി? കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ മാത്രമേ വരികയുള്ളൂ. ആ സന്തോഷത്തോടുകൂടി മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശ്രീകൃഷ്ണൻ വരികയാണ്. ശ്രീകൃഷ്ണന്റെ രാജ്യം വീണ്ടും സ്ഥാപിതമാകുന്നു. ഇത് കേട്ട് ഭാരതവാസികൾക്കും സന്തോഷമുണ്ടാകേണ്ടതാണ്. പക്ഷേ ഈ ഉന്മേഷം ഭാഗ്യശാലികൾ ആയവർക്കേ വരികയുള്ളൂ. ലോകത്തുള്ള മനുഷ്യരാണെങ്കിൽ രത്നങ്ങളെപ്പോലും കല്ലുകളായി മനസ്സിലാക്കി എറിഞ്ഞുകളയും. ഇത് അവിനാശി ജ്ഞാനരത്നങ്ങളാണല്ലോ. ഈ ജ്ഞാനരത്നങ്ങളുടെ സാഗരമാണ് ബാബ. ഈ രത്നങ്ങൾക്ക് വളരെയധികം വാല്യൂ ഉണ്ട്. ഈ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ നിങ്ങൾ ജ്ഞാനസാഗരനിൽ നിന്നും ഡയറക്റ്റായി കേൾക്കുന്നു. പിന്നീട് ഒന്നും തന്നെ കേൾക്കേണ്ട ആവശ്യം തന്നെയില്ല. സത്യയുഗത്തിൽ ഇത് ഉണ്ടായിരിക്കുന്നില്ല. അവിടെ LLBയുമില്ല, സർജനോ മറ്റോ ആകേണ്ടതുമില്ല. അവിടെ ഈ നോളജ് തന്നെയില്ല. അവിടെ നിങ്ങൾ പ്രാപ്തിയാണ് അനുഭവിക്കുന്നത്. അതിനാൽ ജന്മാഷ്ടമിക്ക് കുട്ടികൾ നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. അനേകം തവണ മുരളിയിൽ നടന്നിട്ടുണ്ട്. കുട്ടികൾക്ക് വിചാരസാഗര മഥനം ചെയ്യണം. അപ്പോൾ മാത്രമേ പോയിന്റ്സ് വരികയുള്ളൂ. പ്രഭാഷണം ചെയ്യേണ്ടതുണ്ടെങ്കിൽ രാവിലെ എഴുന്നേറ്റ് എഴുതണം, പിന്നെ പഠിക്കണം. മറന്നുപോയ പോയിന്റ്സ് വീണ്ടും ചേർക്കണം. ഇതിലൂടെ നല്ല ധാരണയും ഉണ്ടാകും. എങ്കിലും എഴുതിയതുപോലെ എല്ലാവർക്കും പറയുവാൻ സാധിക്കില്ല. ഏതെങ്കിലുമൊക്കെ പോയിന്റ്സ് മറന്നു പോകും. അതിനാൽ മനസ്സിലാക്കിച്ചു കൊടുക്കണം. ശ്രീകൃഷ്ണൻ ആരാണ്? കൃഷ്ണൻ വണ്ടർ ഓഫ് വേൾഡിൻ്റെ അധികാരിയായിരുന്നു. ഭാരതം തന്നെയാണ് പാരഡൈസ് ആയിരുന്നത്. ആ പാരഡൈസിൻ്റെ അധികാരി ശ്രീകൃഷ്ണൻ ആയിരുന്നു. നമ്മൾ താങ്കളെ സന്ദേശം കേൾപ്പിക്കുകയാണ്. ശ്രീകൃഷ്ണൻ വരികയാണ്. രാജയോഗം ഭഗവാൻ തന്നെയാണ് പഠിപ്പിച്ചത്, ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. പവിത്രതയ്ക്ക് വേണ്ടിയും പുരുഷാർത്ഥം ചെയ്യിച്ചുകൊണ്ടിരിക്കുന്നു. ഡബിൾ കിരീടധാരിയായ ദേവതയാക്കുന്നതിനായി. ഇതെല്ലാം കുട്ടികൾക്ക് സ്മൃതിയിൽ വരേണ്ടതാണ്. ആർക്ക് പ്രാക്ടീസ് ഉണ്ടായിരിക്കുമോ അവർക്ക് നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ശ്രീകൃഷ്ണന്റെ ചിത്രത്തിലും എഴുതിയിരിക്കുന്നത് വളരെ ഫസ്റ്റ് ക്ലാസ് ആണ്. ഈ യുദ്ധത്തിന് ശേഷം സ്വർഗത്തിൻ്റെ കവാടം തുറക്കും. ഈ യുദ്ധത്തിൽ സ്വർഗം അടങ്ങിയിട്ടുള്ളതുപോലെയാണ്. കുട്ടികളും വളരെയധികം സന്തോഷത്തിലിരിക്കണം. ജന്മാഷ്ടമിക്ക് മനുഷ്യർ പുതിയ വസ്ത്രങ്ങളും മറ്റും ധരിക്കുന്നു. എന്നാൽ നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഈ പഴയ ശരീരം ഉപേക്ഷിച്ച് പുതിയ കാഞ്ചന ശരീരം സ്വീകരിക്കും. കാഞ്ചനകായ എന്ന് പറയുന്നുവല്ലോ, അതായത് സ്വർണത്തിൻ്റെ ശരീരം. ആത്മാവും പവിത്രം, ശരീരവും പവിത്രം. ഇപ്പോൾ കാഞ്ചനമല്ല, നമ്പർ വാറായി ആയിക്കൊണ്ടിരിക്കുന്നു. കാഞ്ചനമാകുന്നത് ഓർമ്മയുടെ യാത്രയിലൂടെയാണ്. ബാബയ്ക്കറിയാം, ഓർമ്മിക്കാനുള്ള ബുദ്ധി പോലും ഇല്ലാത്ത ധാരാളം പേരുണ്ട്. ഓർമ്മയുടെ പ്രയത്നം ചെയ്യുമ്പോൾ മാത്രമേ വാണിയിൽ മൂർച്ചയുണ്ടാകൂ. ഇപ്പോൾ ആ ശക്തി എവിടെയാണുള്ളത്? യോഗം ഉണ്ടായിരിക്കുന്നതേ ഇല്ല. ലക്ഷ്മി നാരായണൻ ആവുകയാണ് എന്ന രീതിയിലുള്ള മുഖവും ആവശ്യമാണല്ലോ. പഠനം ആവശ്യമാണ്. ശ്രീകൃഷ്ണ ജന്മാഷ്ടമിക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ സഹജമാണ്. ശ്രീകൃഷ്ണനെ കുറിച്ച് ശ്യാമസുന്ദരൻ എന്ന് പറയുന്നു. ശ്രീകൃഷ്ണനെയും കറുപ്പാക്കി, നാരായണനെയും കറുപ്പാക്കി, രാമനെയും കറുപ്പാക്കി. ബാബ സ്വയം പറയുന്നു, ആദ്യം ജ്ഞാനചിതയിലിരുന്ന് സ്വർഗത്തിൻ്റെ അധികാരികളായ എൻ്റെ കുട്ടികൾ പിന്നെ എവിടെ പോയി? കാമചിതയിലിരുന്ന് നമ്പർ വാറായി വീണ് വരികയായിരുന്നു. സൃഷ്ടിയും സതോ പ്രധാനം സതോ രജോ തമോ ആകുന്നു. അപ്പോൾ മനുഷ്യരുടെ അവസ്ഥയും ഇങ്ങനെ ഉണ്ടാകുന്നു. കാമചിതയിലിരുന്ന് എല്ലാവരും ശ്യാമം, അതായത് കറുത്തവർ ആയിരിക്കുന്നു.
ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നു സുന്ദരമാക്കുന്നതിനായി. ആത്മാവിനെയാണ് സുന്ദരമാക്കുന്നത്. ബാബ ഓരോരുത്തരുടെയും ചലനത്തിലൂടെ മനസ്സിലാക്കുന്നു മനസ്സ വാച കർമ്മണ എങ്ങനെയാണ് നടക്കുന്നത്. കർമ്മം എങ്ങനെ ചെയ്യുന്നുവോ അതിലൂടെ അറിയാൻ കഴിയുന്നു. കുട്ടികളുടെ പെരുമാറ്റവും വളരെ ഫസ്റ്റ് ക്ലാസ് ആയിരിക്കേണ്ടതാണ്. മുഖത്തിലൂടെ സദാ രത്നങ്ങൾ വരേണ്ടതാണ്. ശ്രീകൃഷ്ണ ജയന്തിക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുന്നത് വളരെ നല്ലതാണ്. ശ്യാമവും സുന്ദരവും എന്ന ടോപ്പിക്കാകാം. ശ്രീകൃഷ്ണനെയും കറുപ്പിക്കുന്നു, നാരായണനെയും. പിന്നെ രാധയെയും എന്തുകൊണ്ട് കറുപ്പിക്കുന്നു? ശിവലിംഗവും കറുത്ത കല്ലാണ് വെക്കുന്നത്. ആ ഒന്ന് കറുപ്പല്ല. ശിവൻ എന്താണ്? ഉണ്ടാക്കുന്ന വസ്തു എന്താണ്? ഈ കാര്യങ്ങൾ കുട്ടികളായ നിങ്ങൾ അറിയുന്നുണ്ട്. കറുത്തതായി ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ഇപ്പോൾ നോക്കും കുട്ടികൾ എന്ത് സേവനമാണ് ചെയ്യുന്നതെന്ന്. ബാബ പറയുന്നു, ഈ ജ്ഞാനം എല്ലാ ധർമ്മത്തിലുള്ളവർക്കും വേണ്ടിയുള്ളതാണ്. അവരോടും പറയണം. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ നിങ്ങളുടെ ജന്മജന്മാന്തരത്തെ പാപം മുറിയും. പവിത്രമാകണം. ആരെയും നിങ്ങൾക്ക് രാഖി ബന്ധിക്കുവാൻ സാധിക്കും. യൂറോപ്യൻസിനെയും ബന്ധിക്കുവാൻ സാധിക്കും. ആരുമായിക്കൊള്ളട്ടെ, അവരോട് പറയണം, ഭഗവാൻ വാച്ച. തീർച്ചയായും ഏതെങ്കിലും ശരീരത്തിലൂടെ പറയുമല്ലോ. പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ദേഹത്തിൻ്റെ എല്ലാ ധർമ്മങ്ങളും ഉപേക്ഷിച്ച് സ്വയം ആത്മാവാണ് എന്ന് മനസ്സിലാക്കൂ. ബാബ എത്ര മനസ്സിലാക്കിച്ചു തരുന്നു. എന്നിട്ടും മനസ്സിലാക്കുന്നില്ലെങ്കിൽ ഇവരുടെ ഭാഗ്യത്തിലില്ല എന്ന് ബാബ മനസ്സിലാക്കും. ശിവ് ബാബയാണ് പഠിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കുന്നുണ്ടാകും. രഥമില്ലാതെ പഠിപ്പിക്കുവാൻ സാധിക്കില്ല. സൂചന കൊടുത്താൽ മാത്രം മതി. ചില കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കാനുള്ള പ്രാക്ടീസ് നന്നായിട്ടുണ്ട്. ബാബയെയും മമ്മയെയും കുറിച്ച് ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ട്, ഇവർ ഉയർന്ന പദവി നേടുന്നവരാണ്. മമ്മയും സേവനം ചെയ്തിരുന്നുവല്ലോ. ഈ കാര്യങ്ങളും മനസ്സിലാക്കിച്ചു കൊടുക്കണം. മായയ്ക്കും അനേകം പ്രകാരത്തിലുള്ള രൂപങ്ങളുണ്ട്. വളരെ പേരിങ്ങനെ പറയുന്നു, എന്നിൽ മമ്മ വരുന്നു, ശിവ് ബാബ വരുന്നു എന്നെല്ലാം. പക്ഷേ പുതിയ പുതിയ പോയിന്റ്സ് നിശ്ചയിക്കപ്പെട്ട ശരീരത്തിലൂടെ തന്നെ കേൾപ്പിക്കും. അതോ മറ്റേതെങ്കിലും ശരീരത്തിലൂടെ കേൾപ്പിക്കുമോ? ഇതുണ്ടാവുക സാധ്യമല്ല. ഇങ്ങനെയും ധാരാളം പെൺകുട്ടികളുണ്ട്. വളരെ പ്രകാരത്തിലുള്ള തൻ്റേതായ പോയിന്റ്സ് കേൾപ്പിക്കുന്നു. മാഗസീനിലും എത്ര കാര്യങ്ങളാണ് വരുന്നത്. മമ്മയും ബാബയും അവരിൽ വരികയും അവർ എഴുതിപ്പിക്കുകയും ചെയ്യുന്നതൊന്നുമില്ല. ഇല്ല. ബാബയാകട്ടെ ഇവിടെ ഡയറക്റ്റ് വരുന്നു. അതിനാലാണല്ലോ ഇവിടെ കേൾക്കുവാനായി വരുന്നത്. അഥവാ മമ്മയും ബാബയും ആരിലെങ്കിലും വരുന്നുവെങ്കിൽ പിന്നെ അവിടെ തന്നെ ഇരുന്ന് അവരിൽ നിന്നും പഠിക്കാമല്ലോ. അങ്ങനെയില്ല. ഇവിടെ വരാനാണ് എല്ലാവർക്കും ആകർഷണം ഉണ്ടാകുന്നത്. ദൂരെ ഇരിക്കുന്നവർക്കാണെങ്കിൽ കൂടുതൽ ആകർഷണം ഉണ്ടാകുന്നു. അതിനാൽ കുട്ടികൾക്ക് ജന്മാഷ്ടമിക്ക് വളരെയധികം സേവനം ചെയ്യുവാൻ സാധിക്കും. ശ്രീകൃഷ്ണന്റെ ജന്മം എപ്പോൾ ഉണ്ടായി? ഇതും ആർക്കും അറിയില്ല. ഇപ്പോൾ നിങ്ങളുടെ സഞ്ചി നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതിനാൽ സന്തോഷം ഉണ്ടായിരിക്കേണ്ടതാണ്. പക്ഷേ ബാബ കാണുന്നുണ്ട്, സന്തോഷം ചിലരിൽ തീർത്തുമില്ല. ശ്രീമത്തനുസരിച്ച് നടക്കാതിരിക്കണം എന്ന് ശപഥം എടുക്കുന്നത് പോലെയാണ്. സർവീസബിളായ കുട്ടികൾക്കാണെങ്കിൽ സേവനം തന്നെ സേവനം എന്ന ചിന്തയാണ് ഉണ്ടായിരിക്കുന്നത്. മനസ്സിലാക്കുന്നു, ബാബയുടെ സർവീസ് ചെയ്തില്ലെങ്കിൽ, ആർക്കെങ്കിലും വഴി പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ നമ്മൾ അന്ധരായി ഇരിക്കുന്നത് പോലെയാണ്. ഇത് മനസ്സിലാക്കേണ്ട കാര്യമാണല്ലോ. ബാഡ്ജിലും ശ്രീകൃഷ്ണന്റെ ചിത്രമുണ്ട്. ഇതുപയോഗിച്ചും നിങ്ങൾക്ക് മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. ആരോടും ചോദിച്ചു നോക്കൂ, ഇവരെ എന്തുകൊണ്ടാണ് കറുപ്പായി കാണിച്ചിരിക്കുന്നത്? പറയുവാൻ സാധിക്കില്ല. ശാസ്ത്രങ്ങളിൽ എഴുതിയിരിക്കുന്നു, രാമൻ്റെ
പത്നി അപഹരിക്കപ്പെട്ടു എന്ന്. പക്ഷേ അങ്ങനെയുള്ള ഒരു കാര്യവും അവിടെ ഉണ്ടാകുന്നില്ല. നിങ്ങൾ ഭാരതവാസികൾ തന്നെയാണ് പരിസ്ഥാനികൾ ആയിരുന്നത്. ഇപ്പോൾ ശ്മശാനവാസികളായിരിക്കുന്നു. വീണ്ടും ജ്ഞാനചിതയിലിരുന്ന് ദൈവിക ഗുണങ്ങൾ ധാരണ ചെയ്ത് പരിസ്ഥാനികൾ ആകുന്നു. സർവീസ് ആകട്ടെ കുട്ടികൾക്ക് ചെയ്യേണ്ടതുണ്ട്. സർവർക്കും സന്ദേശം നൽകണം. ഇതിൽ വളരെയധികം വിവേകം ആവശ്യമാണ്. ഇത്രയും ലഹരി വേണ്ടതാണ്. നമ്മെ ഭഗവാനാണ് പഠിപ്പിക്കുന്നത്. ഭഗവാന്റെ കൂടെയാണ് കഴിയുന്നത്. ഭഗവാന്റെ കുട്ടികളുമാണ്. പിന്നെ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു. ബോർഡിങ്ങിലാണ് കഴിയുന്നതെങ്കിൽ പിന്നെ പുറമേയുള്ള കൂട്ടുകെട്ട് ബാധിക്കുന്നില്ല. ഇവിടെയും സ്കൂളാണല്ലോ. ക്രിസ്ത്യൻസിന് പിന്നെയും മാനേഴ്സ് ഉണ്ടായിരിക്കുന്നു. ഇപ്പോഴാണെങ്കിൽ തീർത്തും നോ മാനേഴ്സ്. തമോ പ്രധാനവും പതീതവുമാണ്. ദേവതമാരുടെ മുന്നിൽ പോയി ശിരസ് നമിക്കുന്നു. അവർക്ക് എത്ര മഹിമയാണുള്ളത്. സത്യയുഗത്തിൽ എല്ലാവരുടേതും ദൈവിക ക്യാരക്ടേഴ്സ് ആയിരുന്നു. ഇപ്പോൾ ആസുരീയ ക്യാരക്ടറാണ്. ഇങ്ങനെയെല്ലാം നിങ്ങൾ പ്രഭാഷണം നടത്തൂ. അപ്പോൾ കേട്ട് വളരെയധികം സന്തോഷിക്കട്ടെ. ചെറിയ വായിൽ വലിയ വർത്തമാനം. ഇത് കൃഷ്ണനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ എത്ര വലിയ കാര്യങ്ങളാണ് കേൾക്കുന്നത്. ഇത്രയും വലിയവരാകുന്നതിനു വേണ്ടി നിങ്ങൾക്ക് രാഖി ആരെയും ബന്ധിക്കുവാൻ സാധിക്കും. ബാബയുടെ ഈ സന്ദേശം എല്ലാവർക്കും നൽകണം. ഈ യുദ്ധം സ്വർഗത്തിൻ്റെ കവാടം തുറക്കുന്നു. ഇപ്പോൾ പതീതത്തിൽ നിന്നും പാവനമാകണം. ബാബയെ ഓർമ്മിക്കണം. ദേഹധാരിയെ ഓർമ്മിക്കുവാൻ പാടില്ല. ഒരേ ഒരു ബാബ സർവരുടെയും സദ്ഗതി ചെയ്യുന്നു. ഇത് അയണേജ്ഡ് വേൾഡാണ്. കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലും നമ്പർ 1 പുരുഷാർത്ഥമനുസരിച്ചാണ് ധാരണ ഉണ്ടാകുന്നത്. സ്കൂളിലും സ്കോളർഷിപ്പ് നേടുന്നതിനായി വളരെയധികം പ്രയത്നിക്കുന്നു. ഇവിടെയും എത്ര വലിയ സ്കോളർഷിപ്പാണ്. സർവീസ് ധാരാളമുണ്ട്. മാതാക്കൾക്കും വളരെയധികം സർവീസ് ചെയ്യുവാൻ സാധിക്കും. ചിത്രവും എല്ലാം എടുക്കൂ. കൃഷ്ണൻ്റെ കറുത്ത ചിത്രവും നാരായണൻ്റെ കറുത്ത ചിത്രവും രാമചന്ദ്രൻ്റെയും കറുത്ത ചിത്രം എടുക്കൂ. ശിവൻ്റേതും കറുത്തതായിരിക്കണം. പിന്നെ ഇരുന്ന് മനസ്സിലാക്കിച്ചു കൊടുക്കൂ. ദേവതമാരെ എന്തുകൊണ്ടാണ് കറുപ്പിച്ചിരിക്കുന്നത്? ശ്യാമസുന്ദരമാണ്. ശ്രീനാഥൻ്റെ ക്ഷേത്രത്തിൽ പോയാലും തീർത്തും കറുത്ത ചിത്രമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചിത്രങ്ങളെല്ലാം ശേഖരിക്കണം. തങ്ങളുടെ ചിത്രവും കാണിച്ചു കൊടുക്കണം. ശ്യാമസുന്ദരം എന്നതിൻ്റെ അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുത്തുകൊണ്ട് പറയൂ. നിങ്ങളും ഇപ്പോൾ രാഖി ബന്ധിച്ച് കാമചിതയിൽ നിന്നും ഇറങ്ങി ജ്ഞാനചിതയിൽ ഇരിക്കുമെങ്കിൽ വെളുപ്പായി മാറും. ഇവിടെയും നിങ്ങൾക്ക് സർവീസ് ചെയ്യുവാൻ സാധിക്കും. പ്രഭാഷണം വളരെ നല്ല രീതിയിൽ ചെയ്യുവാൻ സാധിക്കും. ഇവരെ എന്തുകൊണ്ടാണ് കറുപ്പിച്ചിരിക്കുന്നത്? ശിവലിംഗവും എന്തുകൊണ്ടാണ് കറുപ്പിച്ചത്? സുന്ദരവും ശ്യാമവും എന്ന് എന്തുകൊണ്ട് പറയുന്നു? നമ്മൾ മനസ്സിലാക്കിച്ചു തരാം. ഇതിൽ ആരും അതൃപ്തരാകില്ല. സർവീസും വളരെ സഹജമാണ്. ബാബയാകട്ടെ മനസ്സിലാക്കിച്ചു തന്നുകൊണ്ടിരിക്കുന്നു. കുട്ടികളെ നല്ല ഗുണങ്ങൾ ധാരണ ചെയ്യൂ. കുലത്തിൻ്റെ പേര് പ്രശസ്തമാക്കൂ. നിങ്ങൾക്കറിയാം, ഇപ്പോൾ നമ്മൾ ഉയർന്നതിലും ഉയർന്ന ബ്രാഹ്മണ കുലത്തിലേതാണ്. പിന്നെ രാഖി ബന്ധിക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആർക്കും മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. വേശ്യകൾക്കും മനസ്സിലാക്കിച്ചു കൊടുത്ത് രാഖി ബന്ധിക്കുവാൻ സാധിക്കും. ചിത്രങ്ങളും കൂടെ ഉണ്ടായിരിക്കണം. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ. ഈ ആജ്ഞ അംഗീകരിക്കുന്നതിലൂടെ നിങ്ങൾ വെളുപ്പായി മാറും. വളരെയധികം യുക്തികളുണ്ട്. ആരും അതൃപ്തരാകില്ല. ആ ഒന്നിനല്ലാതെ ഒരു മനുഷ്യനും ആരുടെയും സദ്ഗതി ചെയ്യുവാൻ സാധിക്കില്ല. രാഖി ബന്ധിക്കേണ്ട ദിവസമല്ലെങ്കിൽ പോലും എപ്പോൾ വേണമെങ്കിലും രാഖി ബന്ധിക്കുവാൻ സാധിക്കും. ഈ അർത്ഥം മനസ്സിലാക്കിച്ചു കൊടുക്കണം. രാഖി എപ്പോൾ ആഗ്രഹിക്കുന്നുവോ അപ്പോൾ ബന്ധിക്കുവാൻ സാധിക്കും. നിങ്ങളുടെ തൊഴിൽ തന്നെ ഇതാണ്. പറയൂ,
ബാബയോട് പ്രതിജ്ഞ ചെയ്യൂ. ബാബ പറയുന്നു, എന്നെ മാത്രം ഓർമ്മിക്കൂ, എങ്കിൽ പവിത്രമായി മാറും. മസ്ജിദിലും പോയി നിങ്ങൾക്ക് അവരെ മനസ്സിലാക്കിച്ചു കൊടുക്കുവാൻ സാധിക്കും. നമ്മൾ രാഖി ബന്ധിക്കുവാനാണ് വന്നിരിക്കുന്നത്. ഈ കാര്യങ്ങൾ നിങ്ങൾക്കും മനസ്സിലാക്കാനുള്ള അവകാശമുണ്ട്. ബാബ പറയുന്നു, എന്നെ ഓർമ്മിക്കൂ, എങ്കിൽ പാപങ്ങൾ മുറിയും. പാവനമായ ലോകത്തിൻ്റെ അധികാരിയായി മാറും. ഇപ്പോഴാണെങ്കിൽ പതീത ലോകമാണല്ലോ. ഗോൾഡൻ ഏജ് ഉണ്ടായിരുന്നു, തീർച്ചയായും. ഇപ്പോൾ അയൺ ഏജാണ്. നിങ്ങൾക്ക് ഗോൾഡൻ ഏജിൽ ഈശ്വരൻ്റെ അടുത്തേക്ക് പോകണ്ടേ? ഇങ്ങനെ കേൾപ്പിക്കൂ, എങ്കിൽ ഉടൻ വന്ന് പാദങ്ങളിൽ വീഴും. ശരി, മധുരമായ വളരെ കാലം വേർപിരിഞ്ഞ ശേഷം തിരിച്ചു കിട്ടിയ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: ജ്ഞാനരത്നങ്ങളുടെ സാഗരത്തിൽ നിന്നും ഏതൊരു അവിനാശി ജ്ഞാനരത്നമാണോ പ്രാപ്തമായിക്കൊണ്ടിരിക്കുന്നത്, അതിൻ്റെ വാല്യൂ വെക്കണം. വിചാരസാഗരമഥനം ചെയ്ത് സ്വയം തന്നിൽ ജ്ഞാനരത്നങ്ങൾ ധാരണ ചെയ്യണം. മുഖത്തു നിന്നും സദാ രത്നങ്ങൾ പുറപ്പെടുവിക്കണം. ഓർമ്മയുടെ യാത്രയിലിരുന്ന് വാണിയെ മൂർച്ചയുള്ളതാക്കണം. ഓർമ്മയിലൂടെ തന്നെയാണ് ആത്മാവ് സ്വർണമാകുന്നത്. അതിനാൽ ഓർമ്മിക്കുന്നതിൻ്റെ അറിവ് പഠിച്ചെടുക്കണം. വരദാനം: എൻ്റേതെന്ന ഭാവത്തിൻ്റെ സൂക്ഷ്മ സ്വരൂപത്തെ പോലും ത്യാഗം ചെയ്യുന്ന സദാ നിർഭയരും നിശ്ചിന്ത ചക്രവർത്തിയുമായി ഭവിക്കട്ടെ. ഇന്നത്തെ ലോകത്തിൽ ധനവും ഉണ്ട്, ഭയവും ഉണ്ട്. എത്ര ധനമുണ്ടോ അത്രയും തന്നെ ഭയത്തോടെയാണ് കഴിക്കുന്നത്, ഭയത്തോടെയാണ് ഉറങ്ങുന്നത്. എവിടെ എൻ്റേതെന്ന ഭാവം ഉണ്ടായിരിക്കുമോ അവിടെ ഭയം തീർച്ചയായും ഉണ്ടായിരിക്കും. ഏതെങ്കിലും സ്വർണ്ണമാനെങ്കിലും അഥവാ എൻ്റേതാണെങ്കിൽ ഭയം ഉണ്ടായിരിക്കും. എന്നാൽ അഥവാ എൻ്റേത് ഒരു ശിവബാബയാണ് എങ്കിൽ നിർഭയരായി മാറും. അപ്പോൾ സൂക്ഷ്മ രൂപത്തിൽ നിന്ന് പോലും എൻ്റേത് എന്നതിനെ ചെക്ക് ചെയ്ത് അതിനെ ത്യാഗം ചെയ്യൂ. അപ്പോൾ നിർഭയവും നിശ്ചിന്ത ചക്രവർത്തിയുമായി ഇരിക്കുന്നതിൻ്റെ വരദാനം ലഭിക്കും. സ്ലോഗൻ: മറ്റുള്ളവരുടെ വിചാരങ്ങൾക്ക് ബഹുമാനം നൽകൂ. അപ്പോൾ താങ്കൾക്ക് ബഹുമാനം സ്വതവേ പ്രാപ്തമാകും. അവ്യക്ത സൂചന: സഹജയോഗി ആകണമെങ്കിൽ പരമാത്മാ സ്നേഹത്തിൻ്റെ അനുഭവിയാകൂ. ഒരു ഭാഗത്ത് പരിധിയില്ലാത്ത വൈരാഗ്യം ഉണ്ടാകണം, മറുഭാഗത്ത് ബാബയ്ക്ക് സമാനം. ബാബയുടെ സ്നേഹത്തിൽ ലവ്ലീൻ ആയിരിക്കൂ. ഒരു സെക്കൻഡോ ഒരു സങ്കല്പമോ പോലും ഈ ലവ്ലീൻ അവസ്ഥയിൽ നിന്നും താഴേക്ക് വരരുത്. ഇങ്ങനെയുള്ള ലവ്ലീനായ കുട്ടികളുടെ സംഘടന തന്നെയാണ് ബാബയെ പ്രത്യക്ഷമാക്കുന്നത്. നിമിത്ത ആത്മാക്കളായ താങ്കൾ പവിത്ര സ്നേഹത്തിലൂടെയും തൻ്റെ പ്രാപ്തികളിലൂടെയും സർവർക്കും ശ്രേഷ്ഠ പാലന നൽകൂ, യോഗ്യമാക്കൂ, അതായത് യോഗിയാക്കൂ. ഓം ശാന്തി. മെഡിറ്റേഷൻ. പുരിക മധ്യത്തിൽ നക്ഷത്ര സമാനം പ്രകാശിക്കുന്ന ആത്മസ്വരൂപത്തിലേക്ക് മനസ്സിനെ ഏകാഗ്രമാക്കൂ. ചിന്തിക്കൂ, ഞാൻ ശാന്ത സ്വരൂപ ആത്മാവാകുന്നു. എൻ്റെ സ്വാഭാവിക ഗുണം ശാന്തതയാണ്. ഈ ആത്മസ്മൃതിയിൽ സ്ഥിതി ചെയ്ത് ശാന്തിയാകുന്ന എൻ്റെ നിജ ഗുണത്തിൽ ഞാൻ
സ്ഥിതി ചെയ്യുന്നു. മനസ്സിൻ്റെ ഈ പ്രശാന്തമായ അവസ്ഥ നിലനിർത്തിക്കൊണ്ട് ബുദ്ധിബലത്തിലൂടെ സ്ഥൂല ശരീരത്തെ ആവരണം ചെയ്തിരിക്കുന്ന പ്രകാശമയമായ സൂക്ഷ്മ ശരീരത്തെ കാണും. ചിന്തിക്കൂ, ഞാൻ തിളങ്ങുന്ന ജ്യോതി പ്രകാശമയ ശരീരത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ പ്രകാശമയ ശരീരത്തിൽ ആത്മജ്യോതിയായി സ്ഥിതി ചെയ്യുമ്പോൾ സ്ഥൂല ദേഹത്തിൻ്റെ സ്മൃതി വിസ്മൃതമാകുന്നു. ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്തയാണ്. എന്നിൽ നിന്നും ലൈറ്റിൻ്റെയും മൈറ്റിൻ്റെയും കിരണങ്ങൾ നാനാഭാഗത്തും പ്രസരിക്കുന്നു. സ്മൃതിയുടെ ശക്തിയിലൂടെ ഫരിഷ്തകളുടെ ലോകത്തിലേക്ക് സഞ്ചരിക്കും. ശീതള പ്രകാശം നിറഞ്ഞ അവ്യക്ത ലോകത്തിൽ അവ്യക്ത ബാപ്ദാദയുടെ മുന്നിലായി സ്വയം അനുഭവിക്കൂ. ചിന്തിക്കൂ, ഞാൻ ഡബിൾ ലൈറ്റ് ഫരിഷ്ത അവ്യക്ത ബാപ്ദാദയുടെ സന്മുഖത്ത് സ്ഥിതി ചെയ്യുകയാണ്. എൻ്റെ അലൗകിക പിതാവായ ബ്രഹ്മ ബാബയുടെയും ആത്മപിതാവായ ശിവബാബയുടെയും ദിവ്യ സാന്നിധ്യത്താൽ സുശോഭിതമായിരിക്കുന്ന ഈ സൂക്ഷ്മലോകം എത്ര ദിവ്യവും അലൗകികവുമാണ്. ബാപ്ദാദയുടെ സമീപം ഇരിക്കുമ്പോൾ ബാപ്ദാദയുടെ വരദാനി ദൃഷ്ടി എന്നിൽ പതിയുന്നത് ഞാൻ അനുഭവിക്കുന്നു. സംഗമയുഗത്തിൻ്റെ സർവശ്രേഷ്ഠ പ്രാപ്തിയായ അതീന്ദ്രിയ സുഖമയ സ്ഥിതിയിൽ ഞാൻ മഗ്നമാകുന്നു. ഈ ദിവ്യ അനുഭവം സ്വീകരിച്ചുകൊണ്ട് ഒരു പ്രകാശ ബിന്ദുവായി ആത്മലോകത്തിലേക്ക് സഞ്ചരിക്കുന്നതായി സങ്കൽപ്പിക്കൂ. എവിടെയും സ്വർണ്ണ ചുവപ്പ് പ്രകാശം നിറഞ്ഞ, സർവത്ര ശാന്തത നിറഞ്ഞ ബ്രഹ്മലോകത്തിൽ ഒരു ചൈതന്യ ബിന്ദുവായി സ്ഥിതി ചെയ്യുന്നത് സങ്കൽപ്പിക്കൂ. ചിന്തിക്കൂ,
ഞാൻ ഇപ്പോൾ എൻ്റെ മധുരമായ ഗ്രഹത്തിൽ സ്വീറ്റ് സൈലൻസിൻ്റെ ലോകത്തിൽ തിളങ്ങുന്ന ഒരു നക്ഷത്രമായി സ്ഥിതി ചെയ്യുന്നു. ഈ ശാന്തിമയ ലോകത്തിൽ എൻ്റെ ആത്മപിതാവായ ശിവബാബയുടെ ഹൃദയാകർഷകമായ ആ മംഗള സ്വരൂപത്തിൽ എൻ്റെ മനസ്സും ബുദ്ധിയും ഏകാഗ്രമാക്കുന്നു. സർവമംഗളകാരിയായ ശിവബാബയുടെ സമീപം ഒരു ബാബയുടെ മാത്രം ഓർമ്മയിൽ ലയിച്ചു ചേരുമ്പോൾ സർവ ഈശ്വരീയ പ്രാപ്തികളും എന്നിൽ നിറയുകയാണ്. ശാന്തിയുടെ, ശക്തിയുടെ, പവിത്രതയുടെ, സുഖത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ദിവ്യ ഖജനാവുകൾ എന്നിൽ നിറയുന്നു. സർവ ഈശ്വരീയ പ്രാപ്തികളാൽ സമ്പന്നമായി ഞാൻ സന്തുഷ്ടമണിയായി സ്ഥിതി ചെയ്യുന്നു. വീണ്ടും അവ്യക്ത ലോകത്തിൽ ഡബിൾ ലൈറ്റ് സ്വരൂപം ധാരണ ചെയ്ത് ഡബിൾ ലൈറ്റ് സ്വരൂപമായി സാകാര ദേഹത്തിലേക്ക് പ്രവേശിക്കൂ.